നെക്സ്റ്റ്, മാനവ സമൂഹത്തിൽ 4 തരം ക്രമീകരണമുണ്ട്. അപ്പോൾ മാനവ സമൂഹത്തിൽ 4 തരത്തിലാണ് ആൾക്കാരെ ക്രമീകരിച്ചേക്കുന്നത്. അടിമത്തം, എസ്റ്റേറ്റ്, ജാതി, വർഗം. അതിൽ അടിമത്തം നമുക്കറിയാം, എല്ലാവരുടെയും അടിമകളായിട്ട് അവർക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് അടിയാളന്മാർ. അവിടെ അടിമത്തമുണ്ട്. അടുത്തൊരു വർഗ്ഗമാണ്, അടുത്തൊരു വ്യവസ്ഥയാണ് എസ്റ്റേറ്റ് വ്യവസ്ഥ. യൂറോപ്പിൽ ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ വിഭജന രീതിയാണ് എസ്റ്റേറ്റ് വ്യവസ്ഥ. ഇതെന്നായിരുന്നു? യൂറോപ്പിൽ ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ വിഭജന രീതിയാണ് എസ്റ്റേറ്റ് വ്യവസ്ഥ. നമ്മളിത് ചരിത്രം പഠിച്ചപ്പോൾ, ഹിസ്റ്ററി പഠിച്ചപ്പോൾ ഇത് പഠിച്ചിട്ടുള്ളതാണ്. ഈ വ്യവസ്ഥയിൽ 3 തരത്തിലുള്ള ജനവിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്: പുരോഹിതവർഗം, പ്രഭുവർഗം, സാധാരണക്കാർ. ഈ വ്യവസ്ഥയിൽ 3 രീതിയിലുള്ള ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു: പുരോഹിതവർഗം, പ്രഭുവർഗം, സാധാരണക്കാർ. ഓർത്തിരിക്കുക, പുരോഹിതവർഗം, പ്രഭുവർഗം, സാധാരണക്കാർ. നെക്സ്റ്റ്, ജാതി വ്യവസ്ഥ. ജാതി വ്യവസ്ഥയിൽ മനുഷ്യരെ 4ആയിട്ടാണ് തിരിച്ചിരുന്നത്: ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. എന്തൊക്കെയായിരുന്നു? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഈ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരെയാണ് ബ്രാഹ്മണർ എന്നുള്ളതിനകത്ത് വന്നിരുന്നത്. ക്ഷത്രിയർ എന്ന് പറഞ്ഞാൽ യോദ്ധാക്കളും ഭരണകർത്താക്കളുമാണ് ക്ഷത്രിയർ വംശത്തിൽ വന്നത്. വൈശ്യർ കച്ചവടക്കാരും കരകൗശലക്കാരും കൃഷിക്കാരും. വൈശ്യർ കച്ചവടക്കാർ, കരകൗശലക്കാർ, കൃഷിക്കാർ. ദെൻ ശൂദ്രർ, മാലിന്യങ്ങൾ നീക്കുന്നവരെയായിരുന്നു ശൂദ്രർ. അലക്കുകാർ, അങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു ശൂദ്രർ എന്നതിൽ വരുന്നത്. ഇനി ജാതിഘടനയുടെ അടിസ്ഥാനം. ഒരു വ്യക്തിയുടെ സ്ഥാനം ജന്മനാ ലഭിക്കുന്നതാണെന്നും ശുദ്ധാശുദ്ധ ബോധമായിരുന്നു ജാതിഘടനയുടെ അടിസ്ഥാനം. അതായത് പണ്ട് അടിയാളന്മാരെ കണ്ടാലോ അവർ പ്രഭുക്കന്മാരുടെ മുമ്പിൽ നിന്ന് വഴി മാറിക്കൊടുക്കണം, അൺടച്ചബിലിറ്റി ഒക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഒരു വ്യക്തിയുടെ സ്ഥാനം ജന്മനാ ലഭിക്കുന്നതാണെന്നും ശുദ്ധാശുദ്ധ ബോധമായിരുന്നു ജാതിഘടനയുടെ അടിസ്ഥാനം. നെക്സ്റ്റ്, ജാതി വ്യവസ്ഥയുടെ സവിശേഷതകൾ. ജന്മമാണ് ജാതിയുടെ അടിസ്ഥാനം. ഒന്നാമത്തെ സവിശേഷത, ജന്മമാണ് ജാതിയുടെ അടിസ്ഥാനം. ഇതൊരു ആരോപിത പദവിയാണ്. സ്വഗണ വിവാഹം, സ്വന്തം ഗണത്തിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. കുലത്തൊഴിലിന് പ്രാധാന്യം നൽകുന്നു. ദെൻ പരമ്പരാഗതമാണ്. ജാതി ഇതിൻ്റെ സവിശേഷത, ജാതി എന്നുള്ളതിൻ്റെ സവിശേഷത പരമ്പരാഗതമാണ്. സാമൂഹികവും മതപരവുമായ ശ്രേണീകരണമാണ്. സമൂഹത്തിൻ്റെ ഖണ്ഡവിഭജനമാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു സവിശേഷതകൾ? ജന്മമാണ് ജാതിയുടെ അടിസ്ഥാനം, ആരോപിത പദവി, സ്വഗണ വിവാഹം, കുലത്തൊഴിലിന് പ്രാധാന്യം നൽകുന്നു, പരമ്പരാഗതമാണ്, സാമൂഹികവും മതപരവുമായ ശ്രേണീകരണം, സമൂഹത്തിൻ്റെ ഖണ്ഡവിഭജനം. ഇത്രയാണ് ജാതി വ്യവസ്ഥയുടെ സവിശേഷതകൾ. അടുത്തത്, ജാതി വ്യവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ. ഒന്ന് നഗരവൽക്കരണം, 2 വ്യവസായവൽക്കരണം, ഗതാഗത വാർത്താവിനിമയ രംഗത്തുണ്ടായ പുരോഗതി. 4 നിയമനിർമ്മാണങ്ങൾ. ദെൻ ജനാധിപത്യം. 5 ജനാധിപത്യം. 6 സാർവത്രിക വിദ്യാഭ്യാസം. അപ്പോൾ ഒന്നും കൂടി പറയാം. ജാതി വ്യവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള കാരണം നഗരവൽക്കരണം, വ്യവസായവൽക്കരണം, ഗതാഗത വാർത്താവിനിമയ രംഗത്തുണ്ടായ പുരോഗതി, നിയമനിർമ്മാണങ്ങൾ, ജനാധിപത്യം, സാർവത്രിക വിദ്യാഭ്യാസം. നെക്സ്റ്റ്, ജാതി വ്യവസ്ഥയുടെ സവിശേഷതകൾ. ജന്മമാണ് ജാതിയുടെ അടിസ്ഥാനം. ഒന്നാമത്തെ സവിശേഷത, ജന്മമാണ് ജാതിയുടെ അടിസ്ഥാനം. ഇതൊരു ആരോപിത പദവിയാണ്. സ്വഗണ വിവാഹം, സ്വന്തം ഗണത്തിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ.
കുലത്തൊഴിലിന് പ്രാധാന്യം നൽകുന്നു. കുലത്തൊഴിലിന് പ്രാധാന്യം നൽകുന്നു. ദെൻ പരമ്പരാഗതമാണ്. ജാതി എന്താണ് ഇതിൻ്റെ സവിശേഷത? ജാതി എന്നുള്ളതിൻ്റെ സവിശേഷത പരമ്പരാഗതമാണ്. സാമൂഹികവും മതപരവുമായ ശ്രേണീകരണമാണ്. സാമൂഹികവും മതപരവുമായ ശ്രേണീകരണമാണ്. സമൂഹത്തിൻ്റെ ഖണ്ഡവിഭജനമാണ്. സമൂഹത്തിൻ്റെ ഖണ്ഡവിഭജനമാണ്. അപ്പോൾ എന്തൊക്കെയാണ് സവിശേഷതകൾ? ജന്മമാണ് ജാതിയുടെ അടിസ്ഥാനം. ആരോപിത പദവി. സ്വഗണ വിവാഹം. കുലത്തൊഴിലിന് പ്രാധാന്യം നൽകുന്നു. പരമ്പരാഗതമാണ്. സാമൂഹികവും മതപരവുമായ ശ്രേണീകരണം. സാമൂഹികവും മതപരവുമായ ശ്രേണീകരണം. സമൂഹത്തിൻ്റെ ഖണ്ഡവിഭജനം. സമൂഹത്തിൻ്റെ ഖണ്ഡവിഭജനം. ഇത്രയാണ് ജാതി വ്യവസ്ഥയുടെ സവിശേഷതകൾ. അടുത്തത് ജാതി വ്യവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ കാരണം. ജാതി വ്യവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ. ഒന്ന് നഗരവൽക്കരണം. രണ്ട് വ്യവസായവൽക്കരണം. ഗതാഗത വാർത്താവിനിമയ രംഗത്തുണ്ടായ പുരോഗതി. മൂന്നാമത്തത് ഗതാഗത വാർത്താവിനിമയ രംഗത്തുണ്ടായ പുരോഗതി. 4 നിയമനിർമ്മാണങ്ങൾ. ദെൻ ജനാധിപത്യം. 5 ജനാധിപത്യം. 6 സാർവത്രിക വിദ്യാഭ്യാസം. അപ്പോൾ ഒന്നുകൂടി പറയാം. ജാതി വ്യവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള കാരണം നഗരവൽക്കരണം, വ്യവസായവൽക്കരണം, ഗതാഗത വാർത്താവിനിമയ രംഗത്തുണ്ടായ പുരോഗതി, നിയമനിർമ്മാണങ്ങൾ, ജനാധിപത്യം, സാർവത്രിക വിദ്യാഭ്യാസം. നെക്സ്റ്റ് വർഗം. സാമ്പത്തിക തലത്തിൽ ഒരേ പദവി വഹിക്കുന്ന ഗണത്തെ വർഗം എന്ന് വിളിക്കുന്നു. സാമ്പത്തിക തലത്തിൽ ഇപ്പോൾ കയ്യിൽ കാശുള്ളവനാണെങ്കിൽ അവർ പ്രഭുവർഗം, അതല്ലെങ്കിൽ മുതലാളി വർഗം. കാശില്ലാത്ത ഒരാളാണ്, അധ്വാനിക്കുന്ന ജനവിഭാഗമാണെങ്കിൽ അവർ തൊഴിലാളി വർഗം. അങ്ങനെ സാമ്പത്തിക തലത്തിൽ ഒരേ പദവി വഹിക്കുന്ന ഗണത്തെ വർഗം എന്ന് വിളിക്കുന്നു. ഉൽപാദനോപാധികളുമായുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയാണ് കാൾ മാർക്സ് സാമൂഹിക വർഗത്തെ നിർവചിച്ചിട്ടുള്ളത്. അതായത് ഉൽപാദനത്തിന് കൈവശം എല്ലാ സാധനങ്ങളും ഉള്ള ആൾക്കാർ മുതലാളിത്ത വർഗം, അവിടെ ജോലി ചെയ്യുന്നവർ തൊഴിലാളി വർഗം. അതുപോലെ അങ്ങനെ ഉൽപാദനോപാധികളുടെ അടിസ്ഥാനത്തിലാണ് കാൾ മാർക്സ് സാമൂഹിക വർഗത്തെ നിർവചിച്ചിട്ടുള്ളത്. ഉൽപാദനോപാധികളായ ഭൂമി, ഫാക്ടറികൾ, മൂലധനം എന്നിവയുടെ ഉടമകളെ അദ്ദേഹം മുതലാളി വർഗമെന്ന് വിളിച്ചു. അധ്വാനം മാത്രം കൈമുതലായുള്ളവരെ അദ്ദേഹം തൊഴിലാളി വർഗമെന്ന് വിളിച്ചു. ഇനി 4 വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ വർഗങ്ങൾ 4 ഉണ്ട്. 1 യജമാനൻ, അടിമ. ആഭിജാതൻ, അതായത് ഉന്നത കുലജാതൻ, സാധാരണക്കാർ. ദെൻ പ്രഭു, അടിയാൻ, മുതലാളി, തൊഴിലാളി. ഇങ്ങനെയാണ് 4 വ്യത്യസ്ത കാലഘട്ടത്തിലെ വർഗങ്ങൾ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ജീവിതാവസരങ്ങളുടെ അടിസ്ഥാനത്തിൽ വർഗത്തെ നിർവചിച്ചത് ആര്? മാക്സ് വെബർ. ജീവിതാവസരങ്ങളുടെ അടിസ്ഥാനത്തിൽ വർഗത്തെ നിർവചിച്ചത് ആര്? മാക്സ് വെബർ. നെക്സ്റ്റ് വർഗവ്യവസ്ഥയുടെ സവിശേഷതകൾ. ആർജിത പദവി. വർഗവ്യവസ്ഥയുടെ സവിശേഷത ഒന്നാമത്തെ ആർജിത പദവി. തുറന്ന വ്യവസ്ഥ. നേട്ടത്തെ ലക്ഷ്യമാക്കിയുള്ള ബന്ധങ്ങളായിരിക്കും. സാർവത്രികമായിരിക്കും. മത്സരമുണ്ടാവും. സമ്പത്തും വരുമാനവുമാണ് വർഗത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ആർജിത പദവി, തുറന്ന വ്യവസ്ഥ, നേട്ടത്തെ ലക്ഷ്യമാക്കിയുള്ളത്, സാർവത്രികം, മത്സരം, സമ്പത്തും വരുമാനവുമാണ് വർഗത്തിൻ്റെ അടിസ്ഥാനം.